വാർത്തകളിലേക്ക് വീണ്ടും. അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും സ്വാശ്രയ കോളേജുകളെ ഒഴിവാക്കിയ കണ്ണൂർ സർവകലാശാല VC-യുടെ നടപടിയിൽ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സർവകലാശാലയ്ക്ക് കീഴിലുള്ള 80ഓളം സ്വാശ്രയ കോളേജുകളിൽ അഡ്മിഷൻ നടക്കാതിരുന്നാൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠനത്തിനുള്ള അവസരം നഷ്ടമാവുക. അധ്യാപനത്തിന് UGC മാനദണ്ഡം നിർബന്ധമാക്കണമെന്ന ഗവർണറുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ VC-യുടെ നടപടി. അധ്യാപനത്തിന് നെറ്റ് യോഗ്യത വേണമെന്ന UGC മാനദണ്ഡം കർശനമാക്കണമെന്ന ഗവർണറുടെ ഉത്തരവ് നടപ്പാക്കാനെന്ന പേരിലാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികളിൽ നിന്ന് സ്വാശ്രയ കോളേജുകളെ ഒഴിവാക്കിയത്. ഇതോടെ കണ്ണൂർ സർവകലാശാല കീഴിലുള്ള 80ഓളം കോളേജുകളിലെ സീറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുന്നത്. 2018 മുൻപേ ജോയിൻ ചെയ്ത അധ്യാപകരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാനും അതിനുശേഷം ജോയിൻ ചെയ്ത അധ്യാപകർക്ക് സമയം അനുവദിക്കാനുമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ, SFCTS എന്ന സംഘടന, മാനേജ്മെൻറ്റ് അസോസിയേഷൻ എല്ലാവരും കൂടെ അവിടെ യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ സമരം നടത്തി. അതിനുശേഷം അധ്യാപക സംഘടനയും മാനേജ്മെൻറ്റ് സംഘടനയും കൂടെ 5 ദിവസമായി ഇപ്പോൾ അവിടെ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ദിവസത്തെ സത്യാഗ്രഹത്തിൻ്റെ കൂടെ തന്നെ ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ഈ വാദങ്ങളെല്ലാം, അതായത് അധ്യാപകർക്ക് സമയം അനുവദിക്കണമെന്നുള്ള വാദങ്ങളെല്ലാം കൃത്യമായി ഹൈക്കോടതി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് വന്നിട്ടുണ്ട്. നിലവിൽ MG, കേരള ഉൾപ്പെടെയുള്ള മറ്റു സർവകലാശാലകൾ സ്വാശ്രയ കോളേജുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല 2021 കേരള സർക്കാർ പാസാക്കിയ സ്വാശ്രയ നിയമം സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഗവർണറുടെ ഉത്തരവിനെ മറികടന്നത്. ഇക്കാര്യത്തിൽ മറ്റു സർവകലാശാലകൾക്കില്ലാത്ത നിർബന്ധ ബുദ്ധി കണ്ണൂർ VC കാണിക്കുന്നതിന് പിന്നിൽ ഇതര സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയുമായുള്ള അവിശുദ്ധ ബന്ധമാണെന്നും അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. വളരെ ഒരു മോശമായ പ്രവൃത്തിയാണ് അധ്യാപകരോട് മാത്രമല്ല വിദ്യാർത്ഥികളോടും യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ളത്. കാരണം +2 കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പം ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആകെ 120ഓളം കോളേജുകളാണുള്ളത്. അതിൽ 80 കോളേജുകളും ശാസ്ത്രീയ കോളേജുകളാണ്. ആ 80 കോളേജുകളിലേക്കും കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് വരെ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് കൊണ്ട് ഇനി യൂണിവേഴ്സിറ്റി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചുവടുവെപ്പ് വെക്കുമെന്നറിയില്ല. VC-യുടെ നടപടിക്കെതിരെ സർക്കാരിന് ഇടപെടൽ ഉണ്ടാകണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്. കൂടുതൽ വിശദാംശങ്ങളുമായി സലാം മുഹമ്മദ് തന്നെ ചേരുകയാണ്. സലാം, എന്ത് കാര്യം പറഞ്ഞാണ് അല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞാണ് ഇപ്പോൾ സ്വാശ്രയ കോളേജുകളെ ഈ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് കണ്ണൂർ സർവകലാശാല VC തടഞ്ഞിരിക്കുന്നത്? അതിപ്പോൾ ഈ സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനത്തെ ഏതൊക്കെ രീതിയിൽ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നു? ദിവ്യ, സ്വാശ്രയ കോളേജുകളിലെ അധ്യാപനത്തിന് UGC ചില മാനദണ്ഡങ്ങൾ കർശനമാക്കിയിരുന്നു. അതിൽ പറയുന്നത് നെറ്റ് യോഗ്യത ഉൾപ്പെടെയുള്ള യോഗ്യതയുള്ള അധ്യാപകരെ മാത്രമേ സ്വാശ്രയ കോളേജുകൾ നിയമിക്കാവൂ എന്നുള്ളതാണ് UGC-യുടെ മാനദണ്ഡം. ഇത് കർശനമാക്കണമെന്ന് ചാൻസലർ കൂടിയായിട്ടുള്ള സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഒരു ഉത്തരവിറക്കി. അതിന് ചുവടുപിടിച്ചാണ്, അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ ചുവടുപിടിച്ചാണ് ഈ സർവകലാശാലയിൽ, കണ്ണൂർ സർവകലാശാലയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ സർവകലാശാലകളിലും. ആ സമയത്താണ് പെട്ടെന്ന് ഈ കോളേജുകളെ, സ്വാശ്രയ കോളേജുകളെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി കണ്ണൂർ VC-യുടെ ഭാഗത്തുണ്ടായത്. നമുക്കറിയാം, മലബാറിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തുടർ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ തന്നെ സീറ്റുകളുടെ അപര്യാപ്തത നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ സ്വാശ്രയ കോളേജുകളെ ഈ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. നമുക്കറിയാം, 120 കോളേജാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ളത്. അതിൽ 80ഓളം കോളേജുകളും സ്വാശ്രയ മേഖലയിൽ നിന്നുള്ളതാണ്. അതർക്ക് തന്നെ നിരവധി വിദ്യാർത്ഥികൾ സ്വാശ്രയ മേഖലയെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ തുടർ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സ്വാശ്രയ മേഖലയിൽ ഉണ്ടാക്കും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവസരം നഷ്ടമാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടമാകും, അധ്യാപകരുടെ ജോലി നഷ്ടമാകും. അതാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രതിസന്ധി. നമുക്കറിയാം, ഇങ്ങനെയൊരു തീരുമാനം വന്നതിന് ശേഷം, അതായത് ചാൻസലറുടെ ഭാഗത്തുനിന്നും UGC മാനദണ്ഡം കർശനമാക്കണമെന്ന ഉത്തരവ് വന്നതിന് ശേഷം തന്നെ കേരള, MG ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ അഡ്മിഷൻ പ്രോസസ്സിൽ സ്വാശ്രയ കോളേജുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പ്രവേശന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ആണെങ്കിൽ ഇതിനെതിരെ സ്വാശ്രയ ബില്ല് എന്ന് പറയുന്ന കേരള സർക്കാർ 2021 പാസാക്കിയ ആ നിയമം സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണറുടെ ഈ ഉത്തരവിനെ മറികടന്നത്. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ, അല്ലെങ്കിൽ ഗവർണർക്ക് പൂർണ്ണമായും വാങ്ങിക്കൊണ്ട് സ്വാശ്രയ മേഖലയെ തകർക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ണൂർ VC-യുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇതിലും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാവിയാണ് അവതാളത്തിലാവുന്നത്. എന്തായാലും ഈ ഗവർണറുടെ ഈ ഉത്തരവ് അല്ലെങ്കിൽ കണ്ണൂർ VC-യുടെ ഈ തീരുമാനം അത് സ്വാശ്രയ കോളേജുകളുടെ തകർച്ചയ്ക്ക് കാരണമാകും, നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നാണ് പരാതികളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.